എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത്. അതില് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നഗരസഭ അത് ഇപ്പൊ 850 രൂപയാണ് വാടക, അത് കുറഞ്ഞു പോയി എന്നാണ് BJP-യുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതെ, ഇപ്പൊ BJP-യുടെ മേയർ ഇന്നലെ വിഷയം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ശബരിനാഥൻ തുടങ്ങുകയാണ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താ? BJP ഉന്നയിക്കുന്ന അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അവര് ഭരിക്കുന്ന കർണാടകത്തിൽ പാവങ്ങളുടെ വീട് ഇടിച്ചു നിരത്തിയ ചിത്രം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പൊ ഇതേ മാതൃകയിൽ ഗുജറാത്തിലും UP-യിലും ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. നമസ്കാരം, മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. അങ്ങനെ കെട്ടിട വിവാദം ആളിക്കത്തുകയാണ്. ശ്രീലേഖ IPS അല്ലെങ്കിൽ മുൻ IPS ആയിരുന്ന ശ്രീലേഖ ഇപ്പോൾ BJP കൗൺസിലറാണ്. ശാസ്തമംഗലത്ത് മത്സരിച്ച് വിജയിച്ച് BJPക്ക് വലിയൊരു പ്രാതിനിധ്യം ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ്. അവരുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു കെട്ടിട വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്ത് പ്രവർത്തിച്ചു വരുന്ന MLA ഓഫീസ്, അത് കൗൺസിലർക്കുള്ള ഓഫീസായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് മാറിക്കൊടുക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിക്കുന്നു. പിന്നീട് ഇവർ ഈ കെട്ടിടത്തിന് നൽകുന്ന തുകയുടെ കണക്കുകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ രംഗത്തേക്ക് വരുന്നു. ഒരു ബാത്റൂമിലാണ് ഡോക്യുമെന്റ്സ് അടക്കം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അടക്കം സൂക്ഷിക്കാനുള്ള സ്ഥലമായിട്ട് ഇവർ MLA ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആളിക്കത്തുമ്പോൾ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ VK പ്രശാന്ത് തന്നെ പ്രതികരിച്ച് രംഗത്തേക്ക് വരികയാണ്. നിരവധി ആളുകൾക്കെതിരെ പരാതിയുമായിട്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. തങ്ങൾക്കെതിരെ ഇത്തരത്തിൽ മോശമായിട്ടുള്ള കമന്റുകളും വീഡിയോകളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ തങ്ങൾ നടപടിയെടുക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെന്നും അവർക്കെതിരെ തങ്ങൾ കൃത്യമായിട്ടുള്ള പരാതികൾ രേഖപ്പെടുത്താൻ പോകുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, കെട്ടിട വാടകയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ, അതേസമയത്ത് ഈ വിഷയത്തിൽ ശബരിനാഥ് നൽകിയിട്ടുള്ള പ്രതികരണം, അതിനെതിരെയൊക്കെയാണ് സംസാരിച്ച് രംഗത്ത് വരുന്നത്. ശബരിനാഥിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നലെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട്, അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട്. അപ്പൊ അതുവരെ യാതൊരുവിധ നിയമ തടസ്സവും അവിടെ തുടരുന്നതിനില്ല. ഇനി മറിച്ച് കോർപ്പറേഷൻ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോവേണ്ടതായിട്ടുള്ളത്. ഇന്നിപ്പോ ശബരിനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് തുടരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരുപക്ഷെ BJP-യുടെ അജണ്ട ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ 140 നിയമസഭാ സാമാജികർക്കും MLA ഹോസ്റ്റലിൽ റൂം അനുവദിച്ചിട്ടുണ്ട്. അത് നിയമസഭ നടക്കുന്ന വേളകളിൽ MLA-മാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് താമസിക്കാനും കാണാൻ വരുന്നവരെ സന്ദർശിക്കുന്നതിനും ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ശാസ്തമംഗലത്തെ ഓഫീസ് തെരഞ്ഞെടുത്തതിന്റെ കാരണവും അതാണ്. കാരണം MLA ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം, അവരുടെ അനുവാദം വാങ്ങണം, പടികൾ കയറി മുകളിലേക്ക് വരണം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാൻ ദിനംപ്രതി ഒരു 100-150 ആളുകളെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ MLA ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ്. മിക്കവാറും എല്ലാ ദിവസവും ഉച്ചനേരത്ത് ഒരു 12 മണി മുതൽ 3-3:30 മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോ മറ്റു സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം. ഞാനതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത്. അതില് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ്. ഇനി വാടക കുറഞ്ഞുപോയി എന്നുള്ള ഒരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. MLA 25,000 രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് 800 സംതിങ് രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം.
ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തെ LSTDകളുടെ മന്ദിരങ്ങളും സർക്കാർ ഓഫീസുകളിലും സൗജന്യമായി ഞങ്ങൾക്ക് ഇരിക്കാം. ഇവിടെ വാടക നിശ്ചയിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത്. MLA ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല. അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ്. കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാ? കൗൺസിലർമാരും ജനപ്രതിനിധികളാണ്. അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ മാന്യമായിട്ട് വാടക നിശ്ചയിച്ചു തരാൻ പറഞ്ഞു. നഗരസഭ ഒരു വാടക നിശ്ചയിച്ചു തന്നു. അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കും കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത്, അല്ലാതെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്ന് സംസ്ഥാനത്തെ പല MLA മാരും മിനിസ്റ്റർമാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നിലയിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വാടക നിരക്കിനോ ആണ്. അത് VK പ്രശാന്ത് MLA മാത്രമായിട്ട് ഒരു സൗജന്യം നൽകിയതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചില സൈബർ ഹാൻഡിലുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ സൈബർ പോലീസിൽ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കാര്യം ഞങ്ങൾ അത്തരം പോസ്റ്റുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, ശ്രീലേഖയ്ക്ക് കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിന്റെ ചിത്രം പ്രചരിപ്പിക്കുക. ഇതാണോ നേരത്തെ ഇരുന്ന BJP കൗൺസിലർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിന്റെ അവിടെ ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത്? അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിന്റെ ചിത്രമാണ് ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അവിടെ കൃത്യമായി കൗൺസിലറുടെ ഓഫീസുണ്ട്, ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട്. ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ടോയ്ലറ്റ് പോലും ഇല്ലെന്നുള്ളതാണ്. ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ട് എന്ന് വ്യക്തമായി. അവിടെ ഒരു 4-5 പേർക്ക് സൗകര്യമായിട്ട് ഇരിക്കാം, കൗൺസിലർക്കും 4-5 പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം, ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൗൺസിലർക്ക് അനുവദിക്കുന്നത്. അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല. അപ്പൊ അവിടെ ഒഴിഞ്ഞു കിടന്ന ഒരു ഭാഗത്ത് സ്ഥല സൗകര്യമുണ്ട് എന്ന് കണ്ട് പാർട്ടീഷൻ ചെയ്ത് അത് MLA ഓഫീസാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതിന് കോർപ്പറേഷൻ അനുവാദം നൽകുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള നുണപ്രചരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, MLA വാങ്ങുന്ന അലവൻസിനെ സംബന്ധിച്ചും വലിയ ഭീമമായ കണക്കുകളൊക്കെയാണ്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഇത്രയും കിട്ടുന്നേ കൊള്ളായിരുന്നു. വലിയ തുകയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് MLA അലവൻസും മറ്റ് ആനുകൂല്യങ്ങളും ഉള്ളത്. അതിന്റെ രേഖ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാം. ഞാൻ വാങ്ങുന്ന തുക എന്ന് പറയുന്നത് ഏതാണ്ട് 50,000 രൂപയാണ്. എല്ലാ അലവൻസും കൂടി ചേർത്ത്. അതിൽ റെന്റൽ അലവൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ല. ഈ 50,000 രൂപയ്ക്ക് പുറമെ ഒരു 10-20,000 രൂപ TA ആയും മറ്റുമൊക്കെ ലഭിക്കാം. അത് ഏറെയും കുറഞ്ഞു ഇരിക്കാം. ചിലപ്പോൾ 12,000 രൂപയായിരിക്കും, ചിലപ്പോൾ 20,000 രൂപയായിരിക്കാം, അങ്ങനെ ആവാം. അപ്പോ ഈ തുകയാണ് MLAക്ക് ലഭിക്കുന്ന ആനുകൂല്യം. ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ? പിന്നെ ഇന്ധന അലവൻസും മറ്റു കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കൂപ്പണാണ് നൽകുന്നത്. നമ്മുടെ വാഹനത്തിൽ ഇന്ധനം അടിക്കുന്നതിന് വേണ്ടി. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ MLA-മാർക്കും അത് നൽകുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത നിലയിൽ MLA-യെ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് BJP-യും കോൺഗ്രസും ഇന്നിപ്പോ ലക്ഷ്യമിടുന്നത്. BJP-ക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. ഇതാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ വാഹനം വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ്, വീട് വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന്റെ പിടുത്തമെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് 30,000 രൂപയാണ് എനിക്ക് കൈവശം ലഭിക്കുന്നത്. അപ്പോൾ നഗരസഭ അത് ഇപ്പൊ 850 രൂപയാണ് വാടക, അത് കുറഞ്ഞു പോയി എന്നാണ് BJP-യുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇത്രയും നാൾ 7 വർഷമില്ലാത്ത ഒരു ആക്ഷേപം BJP ഉന്നയിക്കുകയും MLA അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം. ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കരയായിരുന്നു അന്ന്. അദ്ദേഹം MLA ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ എന്റെ സ്വദേശം കഴക്കൂട്ടമാണ്, അവിടെ കുടുംബ വീടുണ്ട്. പക്ഷെ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ്. എന്തിനാ? ഇവിടുത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം. വട്ടിയൂർക്കാവിന്റെ MLA ആയതുകൊണ്ട് എന്നെ തിരക്ക് മറ്റിടത്തും പോകേണ്ട കാര്യമില്ല, വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ MLA കാണാം. അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും ഈ നിലയിൽ പ്രചരിപ്പിച്ച് അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതിന് ശബരിനാഥൻ കൂട്ടുനിൽക്കുകയാണ്. അദ്ദേഹം തെറ്റുതിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവരുടെ ഗസ്റ്റിനെയോ അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രിമാരുടെ സ്റ്റാഫൊക്കെ റൂം ആവശ്യപ്പെടാം. അങ്ങനെയുള്ള ആളുകളെ താമസിപ്പിക്കാം.
ഇപ്പൊ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ പറയാൻ വേണ്ടി കഴിയും. അപ്പൊ അവിടെ MLA-മാർക്ക് അലോട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ MLA ആണെങ്കിൽ എനിക്ക് അവിടെ 50 രൂപ ഉള്ളു കേട്ടോ വാടക. അതും കൂടി വേണം പറഞ്ഞെങ്കിൽ അവിടെ 50 രൂപയുള്ള വാടക. അതെന്തുകൊണ്ടാ? അത് ജനപ്രതിനിധിയുടെ ആയതുകൊണ്ട് നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്. ഒരു നിശ്ചിതമായ നാമമാത്രമായ തുക അവിടെ നിശ്ചയിച്ച് വാടക വാങ്ങുകയാണ്. അത് നമ്മൾ ഈ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയാണ്, ഡിഡക്ട് ചെയ്യുകയാണ്. 50 രൂപ അതിൽ നിന്ന് പിടിക്കും. അപ്പൊ ഇത് അതിശയോക്തിപരമായി പറയുകയാണ്. ഈ ശബരിനാഥൻ ഈ തുക കൊടുത്തിട്ടല്ലേ നേരത്തെ വാടക എടുത്തിരുന്നത്? അതിൽ അതിശയോക്തി ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ MLA-മാർക്ക് നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ അവിടെ വന്ന് താങ്ങാം, ഇല്ലെങ്കിൽ MLA-മാരുടെ സ്റ്റാഫിൽ താമസിക്കാം, അല്ലെങ്കിൽ MLA-മാർ നിർദ്ദേശിക്കുന്നവർക്കവിടെ താമസിക്കാം. അതിലൊന്നും അതിശയോക്തി ഇല്ല. അതൊക്കെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ വാടക കുറഞ്ഞുപോയി എന്ന് പറയുന്ന ശബരിനാഥൻ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ശാസ്തമംഗലത്തെ MLA ഹോസ്റ്റലിന് 50 രൂപ കൊടുത്തത് അദ്ദേഹം അംഗീകരിക്കും? അത് തീരെ കുറവാണെന്ന് അദ്ദേഹം പറയും. ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം അതാണ്. അപ്പൊ അത് ശരിയായ രീതിയല്ല. അത് പണ്ട് കാലം മുതൽ, ഞാനിപ്പോ MLA ആയിട്ട് 7 കൊല്ലമായുള്ളൂ. ഇവിടെ എത്രയോ സീനിയർ ആയിട്ടുള്ള വളരെ വലിയ നേതാക്കന്മാരുണ്ട്. അവരും ഈ മുറികൾ ഈ നിലയിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്റെ സൗകര്യാർത്ഥം, ജനങ്ങളുടെ സൗകര്യാർത്ഥം താഴത്തെ നിലയിൽ, കാരണം രോഗികളടക്കമുള്ള ആളുകൾ MLA ഓഫീസിൽ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുത്ത ഒരു ഓഫീസ് കൂടിയാണ് MLA-യുടെ ഓഫീസ്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരികയാണ്. വികലാംഗരായിട്ടുള്ള ആൾക്കാരുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. ഇവർക്കൊക്കെ വന്ന് കാണാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ആർക്കും ആക്ഷേപമില്ല. BJP അത് ഉന്നയിക്കുന്നു, കോൺഗ്രസ് ഇപ്പൊ അത് ഏറ്റെടുക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുവരെ നിയമപരമായി തുടരാനുള്ള കാര്യമുണ്ട്. ഇന്നലെ മേയർ സംസാരിച്ചപ്പോ ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി വാടക കുറവാണെങ്കിൽ അവർ വാടക കൂട്ടട്ടെ, കൂടിയ വാടക നമുക്ക് കൊടുക്കാം, അത്രയുള്ള അത് അവിടെ താമസിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. MLA-യുടെ അറിവോടുകൂടി ആരെ വേണമോ അവിടെ താമസിപ്പിക്കാം. ഞങ്ങള് ഈ 5 വർഷക്കാലം MLA ആയിരിക്കുന്നിടത്ത കാലം ആ റൂം ഉപയോഗിക്കാം. അത് ഒന്നുകിൽ MLA-ക്ക് ഉപയോഗിക്കാം, MLA-യുടെ സ്റ്റാഫിന് ഉപയോഗിക്കാം. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അത് MLA നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകാം. അത് ഞാൻ മാത്രമല്ല, ബാക്കി എല്ലാ MLA-വരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു അപരാധം കാണേണ്ട കാര്യമില്ല. ശബരിനാഥൻ 24 മണിക്കൂറോടെ വന്നിരിക്കും. അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആ റൂമിൽ താമസിക്കാനുള്ള അനുവാദം കൊടുക്കും. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അവിടെ ആരൊക്കെ താമസിച്ചിരുന്നേ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ അല്ലേ അവിടെ താമസിച്ചിരുന്നത്. കേരളത്തിന്റെ വലിയ നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊക്കെ വലിയ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുകയാണ്. ശബരിനാഥൻ അങ്ങനെയല്ലേ ചെയ്തു? അത്രയേ ഉള്ളൂ. അല്ല, ഇതെല്ലാം നമുക്ക് വിവരാവകാശ മുഖാന്തരം കിട്ടുന്നതാണല്ലോ. MLA-ക്ക് കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ആയിട്ട് 25,000 രൂപ, ടെലഫോൺ അലവൻസ് ആയിട്ട് 11,000 രൂപ, ഇൻഫർമേഷൻ അലവൻസ് ആയിട്ട് 4,000 രൂപ, സംചറി അലവൻസ് ആയിട്ട് 8,000 രൂപ, അങ്ങനെ 50,000 രൂപയാണ്. പ്ലസ് TA 20,000 രൂപ വരെ ലഭിക്കാം. വേരിയിങ് ആയിരിക്കും. ഇതാണ് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്. ഇതാണ്. പുറമെ ഇന്ധന അലവൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മാത്രമാണ് അലവൻസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന പ്രചരണം എന്താ? വാടകയ്ക്ക് വേണ്ടി 25,000 രൂപ MLA എഴുതി വാങ്ങുന്നു, എന്നിട്ട് കുറഞ്ഞ തുക കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യക്തിഹത്യയാണ്. ആ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിനകത്ത് വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് BJP-യും കോൺഗ്രസും ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവർ വരുന്ന ദിവസം ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ. അപ്പൊ അതിനൊക്കെ നമുക്ക് മറുപടി പറയുന്നതിന് ഒരു പ്രയാസവും ഇല്ല. മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതെ, ഇപ്പൊ BJP-യുടെ മേയർ ഇന്നലെ വിഷയം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ശബരിനാഥൻ തുടങ്ങുകയാണ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താ? BJP ഉന്നയിക്കുന്ന അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അവർ ഭരിക്കുന്ന കർണാടകത്തിൽ പാവങ്ങളുടെ വീട് ഇടിച്ചു നിരത്തിയ ചിത്രം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പൊ ഇതേ മാതൃകയിൽ ഗുജറാത്തിലും UP-യിലും ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അനധികൃതമായി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. അത് പരിശോധിക്കാനുള്ള എല്ലാ അധികാരവും കോർപ്പറേഷൻ ഉണ്ടല്ലോ. കോർപ്പറേഷന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പഴയ മേയർ ആയതുകൊണ്ട് തുറന്നു പറഞ്ഞിട്ട് അവിടെ കയറി ഇരുന്നതല്ല. കോർപ്പറേഷന്റെ കൗൺസിൽ അംഗീകരിച്ച് വാടക നിശ്ചയിച്ച് ആ നോംസ് അനുസരിച്ചിട്ടായിരിക്കും ഒരു വാടക നിശ്ചയിച്ചത്. കൊമേഴ്സ്യൽ സ്ഥാപനം അല്ലാത്തത് കൊണ്ട് കുറഞ്ഞ വാടക നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. ഇനി അത് കൂട്ടണമെന്നാണ് കോർപ്പറേഷൻ തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വാടക കൊടുക്കാൻ തയ്യാറാണ്.